ഹായ് വെൽക്കം ടു ചൂസ് 369 വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കിലായിരുന്നു. ഞങ്ങൾ സണ്ണിൻ്റെ കല്യാണ തിരക്കുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പാർട്ടായിട്ട് ഓരോ ദിവസവും കല്യാണ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കല്യാണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് ഡ്രസ് പർച്ചേസും കാര്യങ്ങളുമെല്ലാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹാമ്പർ മേക്കിങ്ങിലാണ് കേട്ടോ. ഹാമ്പർ മേക്കിങ്ങിലോട്ട്, ദാറ്റ് മീൻസ് മൈലാഞ്ചിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള മെഹന്തിക്ക് പോകുമല്ലോ. അപ്പോൾ അന്ന് കൊടുക്കാനുള്ള ഡ്രസ്സും പാക്കിങ്ങും ഒക്കെയാണ് നമ്മളിവിടെ നടത്തുന്നത്. ഹാമ്പേഴ്സ് എല്ലാം ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. പുറത്തുനിന്ന് ഒന്നും വാങ്ങിയില്ല കേട്ടോ. എല്ലാം നമ്മൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ഇത് കല്യാണ ഡ്രസ്സിന് വേണ്ടിയുള്ള ഹാമ്പർ മേക്കിംഗ് ആണ് ഞങ്ങളിവിടെ നടക്കുന്നത്. അപ്പോൾ കല്യാണ ഡ്രസ്സിൻ്റെ ഷോള്, ബ്ലൗസ്, പിന്നെ ഒരു സ്പ്രേ ഉണ്ടല്ലോ, പെർഫ്യൂം എല്ലാം വെച്ചു, പിന്നെ ചെരുപ്പ്, ഇതെല്ലാം വെച്ച് ഞങ്ങൾ ഫസ്റ്റ് ഹാമ്പർ കെട്ടാനുള്ള തയ്യാറെടുപ്പില്ല. കുറച്ച് ദിവസമായിട്ട് നടക്കുവാണ് ഈ ഹാമ്പർ മേക്കിംഗ് പ്രിപ്പറേഷൻ. പക്ഷേ ഒന്നും അങ്ങോട്ട് സക്സസ് ആയിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനലായപ്പോഴാണ് ഒരു ചൂടൊക്കെ കയറി ഞങ്ങൾ പെട്ടെന്ന് സെറ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ആണെങ്കിൽ ഒരു ഇഴച്ചിലായിരിക്കും. അവസാന നിമിഷത്ത് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് അയ്യോ സമയമില്ലേ എന്നും പറഞ്ഞ് നമ്മൾ ചൂടോടെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നെറ്റ് കൊണ്ട് ഹാമ്പർ കവർ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഡ്രസ്സിൻ്റെ കളറായ റാണി പിങ്ക്, വൈറ്റ് ആൻഡ് റാണി പിങ്ക് നെറ്റ് കൊണ്ട് ഹാമ്പർ ടൈപ്പ് ചെയ്യാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതേവരെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാമ്പറിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഒരു ഭംഗിക്കായിട്ട് വൈറ്റ് ഫ്ലവേഴ്സ് ആൻഡ് പീച്ച് കളർ, പീച്ച് ഭയങ്കര ഒരു അടഞ്ഞ പീച്ചാണ് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ആ രണ്ട് കളേഴ്സ് കൊണ്ടാണ് ഞങ്ങൾ ഹാമ്പറിൻ്റെ അകം അലങ്കരിച്ചത്. പറഞ്ഞാൽ ഹാമ്പർ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമാണ് കേട്ടോ. ഞാൻ ഇത്രയും സിമ്പിളാണെന്നൊന്നും ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമാണെന്ന്. പക്ഷേ നമുക്ക് ചെയ്യാനൊരു മനസ്സും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലെ എനിക്കൊരു അസിസ്റ്റൻറ്റിനെ കിട്ടിയായിരുന്നു. അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്യും. ഈ അസിസ്റ്റൻറ്റിന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും സ്പീഡായിട്ട് കാര്യങ്ങൾ പോയത്. അല്ലായിരുന്നെങ്കിൽ ഒരു മാസം കൊണ്ട് ഈ ഹാമ്പർ മേക്കിംഗ് നടക്കുവാണ്. എഴഞ്ഞ് ഇങ്ങനെ നീങ്ങുവാണ്. കാരണം നമ്മൾ എഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാൻ, ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. അത് കിട്ടത്തില്ല. പക്ഷേ അതങ്ങ് ദുബായിൽ നിന്ന് വരേണ്ടി വന്നു ആ എഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട ആൾ. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തു. പിന്നെ ആ വന്ന ആളേക്ക് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് വൈറ്റ് നൈറ്റും ഉണ്ട് ഞങ്ങൾ ഹാമ്പർ കെട്ടി. അതിനുശേഷം റാണി പിങ്ക് ഉണ്ട്. റാണി പിങ്ക് കൊണ്ട് ഞങ്ങൾ ഫുള്ള് കവർ ചെയ്യുന്നില്ല. ജസ്റ്റ് നടുക്ക് കുറച്ച് മാത്രം ഭംഗിക്കായിട്ട് ടൈപ്പ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് റാണി പിങ്കും കൂടെ വെച്ച് ഹാമ്പർ ടൈപ്പ് ചെയ്ത് ഇതുപോലെ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ മുകൾ ഭാഗം. അപ്പോൾ എല്ലാവരും പറഞ്ഞു ആ മുകളിൽ പൊക്കം കൂടിപ്പോയി, കുറഞ്ഞു പോയി, അത് കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ഓരോരുത്തരുടെയും ആഗ്രഹപ്രകാരം കത്രിക വെച്ച് കട്ടിങ് ആയിരുന്നു. 4 വശത്തും ഇങ്ങനെ വെക്കാൻ അല്ല, എല്ലാം ഇതാവണ്ട. ഇവിടെ ഒന്ന് ഇതും ഒന്ന് ഈ കളർ. ഇവിടെ നമുക്ക് വേറെ കളർ അവസാനം ലീഡ് അതാണ് നോക്കില്ല. സെറ്റ് ചെയ്ത് നാളെ വരെ തുടങ്ങിയാണിത്. മൊബൈൽ നമ്പർ 050 എന്താണ് മൈലാഞ്ചി ഡ്രസ്സാണ്. കൊള്ളാല്ലേ, നല്ല കളറല്ലേ. ഒരു മാസം കൊണ്ട് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. അതങ്ങനല്ലേ, എക്സാം പോലെയാണ്. ഇറങ്ങും. ഒരു മാസത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് ഇന്ന് ഇറങ്ങി. നമുക്ക് മടക്കാൻ പപ്പുനെ ടെസ്റ്റേഴ്സിനെ കൊണ്ടാക്കാം. ദുബായിലെ മടക്കാണത്. അത് മതി, വേറെ അയ്യോ ആണിയാണ് കണ്ണിക്കേറി കൊള്ളയിച്ചോ. പിന്നെ കേട്ടണോ? രണ്ടുകൂടെ പറ്റൂല, അതാണ്ട് സൈസ് ഇല്ല. വേണോ?
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മെഹന്തി ഹാമ്പർ മേക്കിങ്ങിലോട്ട് പോവുകയാണ്. അതിന് വേണ്ടി നമ്മൾ ഷർട്ടിൻ്റെ ബോക്സാണ് എടുത്തത്. ബോക്സിൻ്റെ അകത്ത് കട്ടിക്കായിട്ട് ഒരു തെർമോകോൾ സ്റ്റിക്ക് ചെയ്തു. പിന്നെ എന്താ അതിനുശേഷം വൈറ്റ് നെറ്റ് കൊണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്തു. ഡ്രസ്സ് ഫുള്ളായിട്ട് കവർ ചെയ്തു, ടൈപ്പ് ചെയ്തു. പിന്നെ ക്രോസായിട്ട് നമ്മൾ ഗോൾഡൻ നെറ്റ് കൊണ്ടും കൂടി ടൈപ്പ് ചെയ്തു. പിന്നെ പഴയതുപോലെ തന്നെ വെള്ളപ്പൂവും ചുവന്ന പൂവും എല്ലാം കൊണ്ട് നമ്മളൊന്ന് അലങ്കരിച്ചു വെച്ചു. പിന്നെ എന്താ പിന്നെ ബാക്കി അതിൻ്റെ 2 സൈഡ് നമ്മൾ കാടും പടലും എല്ലാം കൂടിയായിട്ട് ഒന്ന് അലങ്കരിച്ചു. കായ്, പൂവ്, ഇല, മുട്ട, എനിക്കറിയത്തില്ല, കൈ കിട്ടിയ എല്ലാം വെച്ച് നമ്മളൊന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു നമ്മൾ മെഹന്തി ഡ്രസ്സിന് കൊടുത്ത മേക്ക് ഓവർ. എന്തായാലും എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറയണേ. എല്ലാം കൂടി നമ്മൾ 4 ഹാമ്പേഴ്സാണ് കേട്ടോ മെഹന്തിയുടെ ഒന്ന് കൊണ്ടുപോയത്. ഇതിലേത് ഹാമ്പറാ അടിപൊളിയാണെന്നും കൂടി പറയണേ നിങ്ങൾ. ഇതൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോയ ഹാമ്പേഴ്സ് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഹൽദി സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ പാർട്ടായിട്ട് ഞങ്ങൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാം ഞങ്ങൾക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.